ഹലോ ഫ്രണ്ട്സ്, എം വ്ളോഗിൻ്റെ മറ്റൊരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചില ആളുകൾ ധാരാളം പറയുന്നത് കേട്ടിട്ടുള്ളതാണ്, പകൽ ഭയങ്കര ഉറക്കക്ഷീണം ഇങ്ങനെ ഉണ്ടാകും, രാത്രി ആയിക്കഴിഞ്ഞാൽ ഭയങ്കര എനർജറ്റിക് ആകും, ഒരുപാട് ചിന്തകൾ ഇങ്ങനെ വരും, ചിന്തകൾ വന്നിട്ട് കിടന്നാലൊന്നും ഉറക്കം വരില്ല. അങ്ങനെ ഉറക്കം വരാതായി കഴിഞ്ഞാൽ പിന്നെ ഉറക്കം ഇല്ലല്ലോ എന്ന് വിചാരിച്ച് റീൽസ് കാണാൻ നിൽക്കും. അങ്ങനെ റീൽസ് കണ്ട വീണ്ടും ഉറക്കം പോകും. പിറ്റേ ദിവസം ആ കുറ്റബോധത്തോട് എഴുന്നേൽക്കുന്നു, ഭയങ്കര ക്ഷീണമായിരിക്കും. അങ്ങനെ സ്ഥിരമായിട്ട് സംഭവിക്കുന്നവരുണ്ട്. ചിലർക്ക് ചില ദിവസം മാത്രം പെട്ടെന്ന് ഉറക്കം പോകുന്നു, പിന്നെ നേരം വെളുക്കുന്നവരെ അല്ലെങ്കിൽ 3 മണി 4 മണി വരെ ഉറക്കം ഇല്ലാത്തൊരവസ്ഥയുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത്, എന്തുകൊണ്ടാണ് അങ്ങനെയുള്ള ഓവർ തിങ്കിങ് വരുന്നത്, എങ്ങനെയാണ് അത് കുറയ്ക്കാൻ കഴിയുക, എങ്ങനെയാണ് നല്ല സ്മൂത്തായിട്ട് ലാവിഷായിട്ട് ഉറങ്ങുക, എങ്ങനെ ആരോഗ്യം വീണ്ടെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. വീഡിയോ മുഴുവനായിട്ട് കാണുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ ഓവർ തിങ്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേര് പോലെ കുറേ ചിന്തിക്കുക എന്നുള്ളതല്ല. സത്യത്തിൽ ഓവർ തിങ്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിന്ത കണ്ടിന്യൂസ് ആയിട്ട് പോകുക എന്നുള്ളതാണ്. ഒരു ചിന്ത കഴിയുമ്പോൾ അടുത്ത ചിന്ത അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അതിന് പറയുന്ന പേരാണ് ഓവർ തിങ്കിങ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഈ ഓവർ തിങ്കിങ് വരുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് സ്ട്രെസ്സാണ്. എന്തെങ്കിലും കാര്യത്തിൽ സ്ട്രെസ് ഉണ്ടെങ്കിൽ, സാമ്പത്തിക സ്ട്രെസ് ഉണ്ടെങ്കിൽ, ഫാമിലിയിൽ എന്തെങ്കിലും കോൺഫ്ലിക്റ്റ് ഉണ്ടെങ്കിൽ, ജോലി സ്ഥലത്ത് പ്രശ്നം ഉണ്ടെങ്കിൽ, അങ്ങനെയുള്ള സ്ട്രെസ്സുകളാണ് ശരിക്കും ഓവർ തിങ്കിങ് വരുന്ന ഒരു കാര്യം. അതിനെക്കുറിച്ച് ആലോചിച്ചിങ്ങനെ പോകും. രണ്ടാമത് ശരിക്കും പറഞ്ഞാൽ അൺഫിനിഷ്ഡ് ഗോൾസ് ആണ്. എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്നതൊക്കെ ചെയ്യാൻ പ്ലാൻ ചെയ്താണ്, അത് ചെയ്യാൻ പറ്റിയില്ല, ഇത് ചെയ്യാൻ പറ്റിയില്ല, അയ്യോ അത് കംപ്ലീറ്റ് ചെയ്തില്ല, ഇങ്ങനെയുള്ള ചിന്തകൾ വരുമ്പോഴും ചിന്ത മുന്നോട്ട് പോകും. ദെൻ റിലേഷൻഷിപ്പ് ഇഷ്യൂസ് വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് സ്വന്തം ഫാമിലിയിൽ അല്ലെങ്കിൽ വല്ല കാമുകിയോ ആണെങ്കിൽ അതിൻ്റെ ചിന്തകൾ റിലേഷൻഷിപ്പും ഭയങ്കരമായിട്ട് ബാധിക്കുന്നുണ്ടാവാം. അതേപോലെ ഫിനാൻഷ്യൽ പ്രഷേഴ്സാണ്. സാമ്പത്തികം കൂടിയാലും പ്രശ്നമുണ്ട്, കുറഞ്ഞാലും പ്രശ്നമുണ്ട്. സാമ്പത്തികം കൂടിയവർക്ക് ടാക്സ്, അത് ഇത് അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടാകും. ഇത് സൂക്ഷിക്കുന്നത്, ഇതെങ്ങനെ ചിലവാക്കണം, എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം, ഇത്തരം കാര്യങ്ങൾ. സാമ്പത്തികം കുറഞ്ഞു കഴിഞ്ഞാലും പ്രശ്നം. പിന്നെ സാമ്പത്തികം ഇങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റാത്തത്, കടം വാങ്ങിയത് കൊടുക്കേണ്ടത്, ലോൺ അടക്കേണ്ടത്, EMI, ഇതൊക്കെ ആയിട്ട് സാമ്പത്തികമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ടാവാം. അതേപോലെ ഫിയർ ഓഫ് ഫെയിലിയർ, എൻ്റെ കൂടെയുള്ളവരൊക്കെ രക്ഷപ്പെട്ടു, ഞാൻ മാത്രം രക്ഷപ്പെട്ടില്ല, ഇങ്ങനെയുള്ള ചിന്തകൾ വരുമ്പോഴും അമിത ചിന്ത വരും എന്നുള്ളതാണ്. അപ്പോൾ ഈ സ്ട്രെസ്സ് വരുമ്പോൾ, അമിത ചിന്ത വരുമ്പോൾ സ്വാഭാവികമായിട്ട് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ സ്ട്രെസ് ഹോർമോൺ കോർട്ടിസോളാണ് റിലീസ് ചെയ്യുന്നത്. കോർട്ടിസോൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉറക്കമൊന്നും വരില്ല. അതേസമയത്ത് ഉറക്കം വരാനുള്ള ഹോർമോൺ എന്ന് പറയുന്നത് മെലറ്റോണിനാണ്. കൃത്യമായിട്ട് സ്ലീപ്പ് പാറ്റേൺ ഉള്ള, അതായത് രാത്രി 10 മണിക്ക് ഉറങ്ങുന്ന, രാവിലെ 4 മണിക്കോ 5 മണിക്കോ എഴുന്നേൽക്കുന്ന ആൾക്ക് ആ കോർട്ടിസോളിൻ്റെ ലെവൽ, ആ മെലറ്റോണിൻ്റെ ലെവൽ അങ്ങനെ കൃത്യമായിട്ടുണ്ടാകും. അപ്പോൾ അതിനനുസരിച്ച് നല്ല ഡീപ്പ് സ്ലീപ്പും കിട്ടും. അതേസമയത്ത് കോർട്ടിസോൾ എന്ന് പറയുന്ന സാധനം ശരിക്കും മെലറ്റോണിനെ സപ്രസ് ചെയ്യുക. അപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് ഭയങ്കര കോർട്ടിസോൾ, അങ്ങനെ ഫ്രസ്ട്രേറ്റഡായി സ്ട്രെസ്സായിട്ട് നിൽക്കുന്ന സമയത്ത് ഉറങ്ങാനുള്ള ഹോർമോൺ വന്നു കഴിഞ്ഞാലും ഉറക്കത്തിൻ്റെ ഒരു ക്ഷീണമൊക്കെ ഉണ്ടാവും, പക്ഷേ ഉറക്കം വരില്ല. കാരണം ഇതിനെ സപ്രസ് ചെയ്യുന്ന ഹോർമോൺ കോർട്ടിസോൾ വന്ന് നിൽക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഹോർമോൺ ഇംബാലൻസ് ആണ് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള പ്രശ്നമുണ്ടോ എന്നുള്ളതിന് തെളിവുകൾ, അല്ലെങ്കിൽ എന്താ ലക്ഷണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, പകൽ ഉറക്കത്തിൻ്റെ ക്ഷീണം ഉണ്ടാവും. രാത്രി ഇങ്ങനെ ഉറക്കം വരുന്നില്ല, പകലൊക്കെ ഇങ്ങനെ ഉറങ്ങണം എന്ന് തോന്നുന്നൊരവസ്ഥ ഉണ്ടോ എന്നുള്ളത്. അതുപോലെ പകൽ ഇത്ര ക്ഷീണമാണ്, എന്ത് ജോലിക്ക് പോയാലും ഭയങ്കര മടുത്തിങ്ങനെ ഇരിക്കുന്നു. പക്ഷേ രാത്രി ആയിക്കഴിഞ്ഞാൽ എത്ര നേരം വേണമെങ്കിൽ വർക്ക് ചെയ്യാം, 10 മണി 11 മണിയൊക്കെ ഭയങ്കര അലർട്ടായിട്ടിരിക്കുന്ന ഒരവസ്ഥയുണ്ടോ, 12 മണിക്കും 1 മണിക്കൊക്കെ എന്നെങ്കിൽ അതും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ പകൽ ചിന്തകളൊന്നുമില്ല, രാത്രി ആയാലും ഭക്ഷണം കഴിക്കുന്നത്, കിടക്കുന്നവരെ ചിന്തയൊന്നുമില്ല, ബെഡിലെത്തിക്കഴിഞ്ഞാൽ അപ്പം മുതൽ ഹെവി തോട്ട്സ് വരികയാണ്. അങ്ങനെ ഉണ്ടെങ്കിലും നിങ്ങൾക്കിതുണ്ടെന്നാണ് മനസ്സിലാക്കേണ്ടത്. 7-8 മണിക്കൂർ ഉറങ്ങിയിട്ട് എഴുന്നേൽക്കുമ്പോഴും ഉറക്കം മതിയായിട്ടില്ല എന്ന തോന്നലും വന്നേക്കാം. അതായത് നിങ്ങൾ രാത്രി ഉറക്കം വരുന്നില്ല, രാവിലെ നീട്ടി 11 മണി വരെ കിടന്നുറങ്ങിയിട്ടും പിന്നെ എഴുന്നേൽക്കുമ്പോഴും ഭയങ്കര ക്ഷീണമായിരിക്കും. കാരണം മെലറ്റോണിൻ കൊണ്ട് കൃത്യമായിട്ട് സ്ലീപ്പ് പാറ്റേണിൽ രാത്രിയാണ് നമ്മൾ ഉറങ്ങേണ്ടത്. പിന്നെ ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ എന്താ പ്രശ്നം എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ട് അതിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് പാനിക് അറ്റാക്ക് ഉണ്ടാകാനുള്ള സാധ്യത, ആങ്സൈറ്റി ഡിസോർഡർ ഉണ്ടാവാം, ഡിപ്രഷൻ്റെ സിംറ്റംസ് കാണിച്ചേക്കാം, മെമ്മറി ലോസ് വരാം, ഇമ്മ്യൂണിറ്റി പവർ കുറയാം, തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവില്ലാതാവാം, റിലേഷൻഷിപ്പൊക്കെ ബ്രേക്ക് ആയേക്കാം. ഇങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളും ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ഓവർ തിങ്കിങ് അല്ലേ, കുറച്ച് ഉറങ്ങിയിട്ടില്ല, എന്താ കുഴപ്പം, ഫോൺ കണ്ടിരുന്നാൽ പോരെ എന്ന് ചിന്തിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കാം, അതാണ് എല്ലാവരും കാത്തിരിക്കുന്നുണ്ടാവുന്ന കാര്യം എന്ന് പറയുന്നത്. അതാണ് എങ്ങനെ ഓവർ തിങ്കിങ്ങിൽ നിന്നും ഈ ഉറക്കമില്ലായ്മയിൽ നിന്നും രക്ഷപ്പെടാൻ എന്നുള്ളതാണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ബെഡിലേക്ക് പോകുന്ന ആ സമയത്ത് തന്നെ മൈൻഡ് എംപ്റ്റി ആക്കാൻ നോക്കുക. എന്ന് പറഞ്ഞാൽ ചിന്തകൾ വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ പേനയും പേപ്പറും എടുത്ത് അത് എഴുതുക. ഫോണിലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഫോൺ ഉറങ്ങാൻ നേരത്ത് ഉപയോഗിക്കരുത്. പിന്നെ അത് നോട്ട് ചെയ്യുക എന്നുള്ളതാണ്. എഴുതി വെക്കുക, എനിക്ക് ഇന്നതാണ് പ്രശ്നം, ഇന്നതാണ് ചിന്തിക്കുന്നത്. അപ്പോൾ തന്നെ പകുതി അത് കുറയും എന്നുള്ളതാണ്. രണ്ടാമത്തത്, എപ്പോഴും ഇങ്ങനെ ഒരു ചിന്ത വരുമ്പോൾ, നമ്മൾ മുമ്പത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞാണ്, ഒരു 15 മിനിറ്റ് സമയം അങ്ങനെ ചിന്തിക്കാനും അതിനായിട്ട് അലൊക്കേറ്റ് ചെയ്യുക എല്ലാ ദിവസവും, പകലോ ഏതെങ്കിലും ഒരു സമയം. അപ്പോൾ എപ്പോഴെങ്കിലും ഓവർ തിങ്കിങ് വരുമ്പോൾ അതിനെക്കുറിച്ച് നാളെ ചിന്തിക്കാം, നാളെ 5 മണിക്ക് അതിൻ്റെ സമയമാണ്, അങ്ങനെ നമ്മൾ മാറ്റി വെക്കണം. ഇതൊക്കെ
പ്രാക്ടിക്കലി പോസിബിൾ ആണ് കേട്ടോ. പറയുമ്പോൾ ചിലപ്പോൾ തോന്നും ഇതൊക്കെ നടക്കും. ഒരാൾക്ക് ഈ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, അപ്പോൾ നമ്മൾ പറയാറില്ലേ ആയുർവേദത്തിൽ ഒരു മരുന്ന് കഴിക്കുമ്പോൾ ഭയങ്കര കയ്പ്പാണെന്ന് പറയുന്നത് അസുഖമില്ലാത്ത ആളാണെന്ന് പറയുക. അസുഖമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം എത്ര കയ്പ്പുള്ളതും കുടിക്കുന്നു പറയുന്ന പോലെ ഈ ഒരു പ്രശ്നമുള്ള ആളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയൊക്കെ പ്ലാൻ ചെയ്താൽ അതൊക്കെ നടക്കും എന്നുള്ളതാണ്. പിന്നെ സ്വാഭാവികമായിട്ടും ബ്രീത്തിങ് ആണ്. കാരണം ഒന്ന് കൺട്രോൾ ചെയ്യണമെങ്കിൽ ബ്ലഡ് സർക്കുലേഷനും ഹാർട്ടിൻ്റെ റിതവും ഒന്ന് കറക്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ മുമ്പും ചെയ്തിട്ടുണ്ട് 4-7-8 എന്ന് പറയുന്ന രീതിയിൽ ബ്രീത്തിങ് നടത്തുക എന്നുള്ളതാണ്. ഒരു 4 സെക്കൻഡ് കൊണ്ട് ബ്രീത്ത് ചെയ്ത് ഉള്ളിലേക്ക് എടുക്കുക, ഒരു 7 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് വെക്കുക, 8 സെക്കൻഡ് കൊണ്ട് റിലീസ് ചെയ്യുക. അത് 8 വരെ കൗണ്ട് ചെയ്താൽ മതി, അങ്ങനെ സെക്കൻഡ് കറക്റ്റ് വേണമെന്നില്ല. പക്ഷേ അങ്ങനെ ചെയ്യുന്നത് ഒരു 10 തവണ ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ ബോഡി റെസ്റ്റിംഗ് മൂഡിലേക്ക് പോകും എന്നുള്ളതാണ്. ഒരു ഉറങ്ങാം എന്നുള്ള ഒരു മോഡിലേക്ക് പോകും. അതുകൊണ്ട് ബ്രീത്തിങ് ടെക്നിക്ക് ഉപയോഗിക്കാം. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒറ്റയ്ക്ക് ഒന്നിനെക്കുറിച്ചും സംസാരിക്കാനുമില്ല, ഒന്നും ചിന്തിക്കാനുമില്ല, ഒന്നും കേൾക്കാതെ അങ്ങനെ തന്നെ കിടന്നുറങ്ങുന്നതിന് പകരം അപ്പോഴാണ് ചിന്തകൾ വരിക. എന്തെങ്കിലും ഒന്നിലേക്ക് ഫോക്കസ് ആവുക. അപ്പോൾ ഏതെങ്കിലും പോഡ്കാസ്റ്റുകൾ കേൾക്കുക, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് അല്ലാത്ത പോഡ്കാസ്റ്റുകൾ കേൾക്കുക, വളരെ മൈൽഡായിട്ടുള്ള മ്യൂസിക് കേൾക്കുക. അതൊക്കെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അതിൽ മാത്രം ഫോക്കസ് ചെയ്ത് അങ്ങനെ ഉറങ്ങിപ്പോകാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ സ്ഥിരമായിട്ട് കിടക്കുന്ന ബെഡിൽ എവിടെ നിന്നാണ് ഈ ഉറക്കം കിട്ടാത്ത അതുമായിട്ട് അസോസിയേറ്റ് ചെയ്യും നമ്മുടെ മൈൻഡ്. അതുകൊണ്ട് തന്നെ തീരെ ഉറക്കം കിട്ടുന്നില്ല, എഴുന്നേറ്റ് കുറച്ചപ്പുറം മാറി എന്നിരുന്ന് നോക്കുക. ഇനി അല്ലെങ്കിൽ ഉറക്കം കിട്ടാൻ സാധ്യതയുള്ള സോഫയിലോ മറ്റോ പോയി കിടക്കുമ്പോൾ നമ്മുടെ പൊസിഷൻ ഒന്ന് മാറ്റിയാലും ചിലപ്പോഴൊക്കെ ഉറക്കം കിട്ടാറുണ്ടെന്നുള്ളതാണ്. പൊസിഷൻ മാറ്റുക എന്നുള്ളതാണ്. പിന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ കുറേ മാറ്റങ്ങൾ, എന്ത് റീസൺ കൊണ്ടാണ് ഈ ഉറക്കം നഷ്ടപ്പെടുന്നത് മനസ്സിലാക്കണമല്ലോ. അതുകൊണ്ട് കുറേ കാര്യങ്ങൾ ചെയ്യാം. ഒരു ഉച്ചയ്ക്ക് ശേഷം പിന്നെ കഫീനൊന്നും കഴിക്കാതിരിക്കുക, കാപ്പി ചായ ഒന്നും കഴിക്കാതിരിക്കാൻ നോക്കുക. അതുപോലെ സ്ഥിരം പറയുന്നതാണ്, കിടക്കുന്നതിന് എപ്പോഴാണോ നിങ്ങളുടെ ബെഡ് ടൈം അതിൻ്റെ ഒരു 1 hour മുമ്പെങ്കിലും ഗാഡ്ജറ്റ്സ് കംപ്ലീറ്റ് ഒഴിവാക്കുക. ഫോണും ടിവിയും ഒന്നുമില്ല, ബ്ലൂ റേസ് ഒന്നും ഇല്ലാത്ത രീതിയിൽ അത് മാറ്റി വെക്കുക. അതിനെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്യരുത്. അതായത് ഫ്ലൈറ്റ് മോഡിലോ അല്ലെങ്കിൽ സൈലൻറ്റോ ആക്കി മാറ്റി വെക്കുന്നു. അയ്യോ ഫോണിൽ നോട്ടിഫിക്കേഷൻ വന്നോ, അയ്യോ ഒന്നും നോക്കണ്ടേ, ഉറങ്ങുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് കാണണ്ടേ, അങ്ങനെ ചിന്തിക്കുകയും ചെയ്യും. അങ്ങനെ ചിന്തിച്ചാലും ഉറക്കം നഷ്ടപ്പെടുന്നതാണ്. പിന്നെ സ്വാഭാവികമായിട്ടും സൺലൈറ്റ് നന്നായിട്ടുണ്ടാവുക, നല്ല എക്സസൈസ് ചെയ്യുക, വ്യായാമങ്ങൾ ചെയ്യുക, നല്ല ഫുഡ് കഴിക്കുക, നൈറ്റ് ഫുഡ് നേരത്തെ 6 മണിക്ക് മുമ്പ് തന്നെ കഴിക്കുക, അതും ലൈറ്റ് ഫുഡ് കഴിക്കുക, ഹെവി ഫുഡ് കഴിക്കാതിരിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ലൈഫിൽ പ്രാക്ടീസ് ചെയ്താൽ സ്വാഭാവികമായിട്ടും നമുക്ക് ഉറക്കം കുറച്ചുകൂടെ റെഗുലറൈസ് ചെയ്യും. ഉറക്കം എന്ന് പറയുന്ന ഒരാളുടെ ആയുസ്സിൻ്റെ, ഒരാളുടെ ആരോഗ്യത്തിൻ്റെ ഏറ്റവും നല്ല ലക്ഷണം എന്നുള്ളതാണ്. ശരിക്കും ഒരു 7-8 hours ഷട്ട് ഡൗൺ ചെയ്ത് ഉറങ്ങണം. അങ്ങനെ ഉറക്കം നഷ്ടപ്പെട്ട ആളുകൾ അതിൻ്റെ കാരണം കണ്ടുപിടിക്കുക. ഈ വീഡിയോ ഒന്നുകൂടെ കണ്ടു നോക്കുക, എങ്ങനെയൊക്കെ സോൾവ് ചെയ്യാമെന്നുള്ളത് മനസ്സിലാക്കുക, അനാവശ്യ ചിന്തകളിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഈ വീഡിയോ ധാരാളം ആളുകൾക്ക് ഉപകാരപ്പെടാൻ സാധ്യതയുള്ളതുകൊണ്ട് പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത്തരം വീഡിയോകൾക്കായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്ക് നിർത്തുന്നു. സ്നേഹപൂർവ്വം ഞാൻ മുജീബ്, MT വ്ളോഗ്.